നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. SNDPയുമായി NSS കൈകൊടുക്കും, ഇരുവരും തമ്മിൽ ഐക്യമുണ്ടാകാൻ പോകുന്നു, ജിങ്ക ലാല എന്ന ആഘോഷത്തിലായിരുന്നു CPM. CPMകാരുടെ തല പിളർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നെഞ്ചത്ത് പൊട്ടിച്ചാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനുമായിട്ടും ഈഴവരുമായിട്ടും ഐക്യം പോയിട്ട് ഒരു ഉണ്ടയ്ക്കും താല്പര്യമില്ല എന്നാണ് പൊട്ടിച്ചത്. ഇതോടുകൂടി വെള്ളിടി ഏറ്റിരിക്കുകയാണ് AKG സെന്ററിന്. ഓരോരോ മൂലയ്ക്കായിട്ട് നേതാക്കന്മാർ പോയിരുന്ന് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പത്മഭൂഷൺ കിട്ടാത്തതിൻ്റെ വിഷമത്തിലാണോ സുകുമാരൻ നായർ ഐക്യത്തിനില്ല എന്ന് പറഞ്ഞത് എന്ന വേവലാതിയും സംശയവുമാണ് CPMകാർക്കുണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പത്മഭൂഷൺ കിട്ടിയില്ലെങ്കിൽ എന്താ, ഈ പറയുന്ന സുകുമാരൻ നായർക്ക് തൊട്ടടുത്ത ദിവസം തന്നെ KPV പുരസ്കാരം പ്രഖ്യാപിക്കണം എന്നാണ് സോഷ്യൽ മീഡിയ പരിഹാസം ഉന്നയിക്കുന്നത്. അതായത് PV ആരാണെന്ന് അറിയാമല്ലോ, നമ്മൾ പറയേണ്ട കാര്യമില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഒരു KUD ഇട്ടാൽ കേരളത്തിൻ്റെ പുരസ്കാരമായി, പ്രത്യേകിച്ച് CPMൻ്റെ AKG സെൻട്രലിൽ നിന്ന് കൊടുക്കുന്ന പുരസ്കാരമായി, തെക്കേടത്തമ്മ പുരസ്കാരത്തേക്കാൾ ഒരുപടി മുൻപിലായിരിക്കും എന്ന് പരിഹാസം വരികയാണ്. സോഷ്യൽ മീഡിയ ഇപ്പോൾ ഈ വിഷയത്തിൽ, അതായത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പത്മ പുരസ്കാരങ്ങളിൽ വലിയൊരു പൊട്ടിത്തെറി കേരളത്തിൽ നടക്കുമ്പോൾ അതിനെ എല്ലാത്തിനെയും കൂടി എടുത്തിട്ട് ട്രോളുകയാണ് സോഷ്യൽ മീഡിയ. ഇവിടെയാണ് ഇരട്ടച്ചങ്കൻ്റെ KPV പുരസ്കാരം സുകുമാരൻ നായർക്ക് തന്നെ കൊടുക്കണം, അങ്ങനെയെങ്കിലും സുകുമാരൻ നായരുടെ കലിപ്പൊന്ന് തീരട്ടെ, ഇരുവരും തമ്മിൽ വീണ്ടും കൈ കൊടുക്കട്ടെ, ഐക്യമുണ്ടാകട്ടെ എന്നൊക്കെ പരിഹാസം വരുന്നത്. ശരിക്കും എന്താണ് ഒന്ന് സംഭവിച്ചത്? CPMകാർ തന്നെ തലയിൽ കൈവച്ചൊന്ന് ആലോചിക്കുകയാണ്. ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഇതുവരെ ഞങ്ങൾ ഒന്നിക്കാൻ പോകുന്നു എന്ന് കൊട്ടിഘോഷിച്ച ഒരു നിമിഷമായിരുന്നു. എന്നാൽ പൊടുന്നനെയാണ് അതില്ലാതായിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഇവിടെ ചില കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് SNDPയുമായി ഐക്യത്തിനില്ല, ഞങ്ങൾ പിന്മാറുന്നു എന്ന് സുകുമാരൻ നായർ പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സുകുമാരൻ നായരെ ചിന്തിപ്പിച്ചിട്ടുണ്ടാകുക എന്നുള്ള ഒരു ചോദ്യം ഏറ്റവും പ്രധാനമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു കാര്യമേ ഉള്ളൂ, ഈഗോ ഇളകി നിൽക്കുകയാണ് സുകുമാരൻ നായർക്ക്. ഈഗോ കണ്ടുപിടിച്ചത് സുകുമാരൻ നായരാണ്. അല്ലെങ്കിൽ ഈഗോയുടെ അളവുകോൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരുന്നയിലെ പോപ്പാണ് എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാം. എല്ലായിടത്തു നിന്നും തേപ്പ് കിട്ടിയതിൻ്റെ ഒരു കലിപ്പിലാണ് സുകുമാരൻ നായർ ഇപ്പോൾ. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ സുകുമാരൻ നായരോട് ചില കാര്യം പറഞ്ഞു. അതിലെ ചില കാര്യങ്ങൾ അങ്ങോട്ട് സുകുമാരൻ നായർക്ക് പിടിച്ചില്ല. പെരുന്നയിലേക്ക് ഞാൻ എൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ വിടാം, സുകുമാരൻ നായരും തുഷാർ വെള്ളാപ്പള്ളിയും ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കൂ എന്നായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞത്. ഇത് ഈഗോയുടെ അങ്ങേയറ്റം സുകുമാരൻ നായരെ അങ്ങ് ഇളക്കി. കാരണം ഈ വിഷയത്തിൽ എന്തിനാണ് തുഷാർ വെള്ളാപ്പള്ളിയുമായിട്ട് ഞാൻ പെരുന്നയിൽ ചർച്ച നടത്തേണ്ടത്? അങ്ങനെ തുഷാർ വെള്ളാപ്പള്ളിയുമായിട്ട് ചർച്ച നടത്താൻ മാത്രമുള്ള ആളാണോ? അത്രയ്ക്കുള്ളതേ ഉള്ളോ ഞാൻ? വെള്ളാപ്പള്ളിക്ക് എന്തുകൊണ്ട് നേരിട്ട് പെരുന്നയിലേക്ക് വന്ന് ചർച്ച നടത്തിക്കൂടാ എന്നുള്ള ഒരു ചോദ്യം. അതായത് കണിച്ചുകുളങ്ങര തമ്പുരാന് നേരിട്ട് അങ്ങ് പെരുന്നയിലേക്ക് എത്തി പെരുന്നാ പോപ്പുമായിട്ട് ചർച്ച ചെയ്തുകൂടെ എന്നുള്ളതാണ് ചോദ്യം. മറ്റൊരു കാര്യമുണ്ട്. നമുക്കറിയാം, തുഷാർ വെള്ളാപ്പള്ളി BDJSന്റെ നേതാവാണ്, കേന്ദ്രവുമായി അടുത്ത് നിൽക്കുന്ന NDAയുടെ ഭാഗമാണ്. അങ്ങനെയുള്ള തുഷാർ വെള്ളാപ്പള്ളിയുമായിട്ട് സുകുമാരൻ നായർ ചർച്ച നടത്തുമ്പോൾ BJPയുമായിട്ട് കൈകൊടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു തരത്തിലേക്ക് അത് വ്യാഖ്യാനിക്കപ്പെടും. അങ്ങനെ ഒരു വ്യാഖ്യാനം വന്നു കഴിഞ്ഞാൽ, അതായത് NSS ഈ പറയുന്ന BJPക്ക് കൈകൊടുത്തു എന്നുള്ള തരത്തിൽ മാധ്യമ വാർത്തകൾ വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കും NSSന്, പ്രത്യേകിച്ച് NSSനല്ല, പെരുന്നയിലെ പോപ്പിന് ഈ പറയുന്ന പുകഴ്ത്തലുകളും അതുപോലെ തന്നെ താൻ എന്തോ ഒരു സംഭവമാണ് എന്നൊക്കെ കാണിക്കുന്നത് വലിയ താല്പര്യമുള്ള ആളാണ്. ഇപ്പോൾ ഈ BJPയുമായിട്ട് NSS അടുക്കുന്നു എന്നുള്ള തരത്തിലേക്ക് ഒരു പ്രതീതി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന CPMും UDFും പുല്ലിൻ്റെ വില കൊടുക്കത്തില്ല പെരുന്നയിലെ പോപ്പിന്. ഈ പണ്ട് കാലത്തായിരുന്നു, അതായത് ഉമ്മൻചാണ്ടിയുടെ ഒക്കെ കാലത്തായിരുന്നു UDFിൽ നിന്ന് എല്ലാവരും പോയി പെരുന്നയിലെ പോപ്പിൻ്റെ കാലിൽ വീഴുന്നതും കൈമുത്തുന്നതുമൊക്കെ. UDFിൽ നിന്ന് ഇപ്പോൾ അങ്ങനെ ഒരു കീഴ്വഴക്കം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനുമൊക്കെ UDFിൻ്റെ നേതാക്കളെ എടുത്തിട്ട് പൊരിക്കുന്നതും അവരെ കടന്നാക്രമിക്കുന്നതും അതിരുവിട്ടു പോകുന്ന പ്രസ്താവനകൾ നടത്തുന്നതുമൊക്കെ. പ്രത്യേകിച്ച് VD സതീശനൊന്നും പെരുന്നയിലേക്കൊന്നും അധികം അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. ഇത് മാത്രമല്ല, സുകുമാരൻ നായരുമായിട്ട് അടുപ്പമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളെയൊക്കെ സതീശൻ ഗ്രൂപ്പ് വെട്ടി നിർത്താനുള്ള നീക്കത്തിലേക്കും വരുന്നു. അതുകൊണ്ട് തന്നെ അധികം അങ്ങ് ബലം പിടിച്ചിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ BJPയുമായിട്ട് ഒരു ബാന്ധവം ഉണ്ടാക്കുന്നു എന്നുള്ള തോന്നലൊക്കെ ഇടതു വലതിന് തോന്നിക്കഴിഞ്ഞാൽ ഇടതും വലതും കൂടി പെരുന്നയിലെ പോപ്പിനെ വലിച്ചു കീറും.
അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ, ചില അപകടങ്ങൾ മണത്തതുകൊണ്ടാണ് പൊടുന്നനെ ഐക്യമില്ല എന്നുകൂടി പ്രഖ്യാപിച്ചത്. മറ്റൊരു കാര്യം, ഈ പത്മഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതായത് തനിക്ക് എന്തുകൊണ്ട് ഒരു പുരസ്കാരം തരാതെ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന് കൊടുത്തു, അങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ എൻ്റെ തലയ്ക്കും മുകളിൽ അങ്ങ് വാഴണ്ട എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് സുകുമാരൻ നായർക്ക്. അങ്ങനെ എൻ്റെ തലയ്ക്കും മീതെ അവൻ വരണ്ട എന്നുള്ള ഒരു ധാർഷ്ട്യം സുകുമാരൻ നായരിൽ പ്രകടമായിരിക്കുകയാണ്. മറ്റൊരു കാര്യം, പിണറായി സർക്കാരിൽ ഒരു സംശയം തോന്നിയിരിക്കുകയാണ് സുകുമാരൻ നായർക്ക്. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കിട്ടുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിനോട് പിണറായി സർക്കാർ റെക്കമെൻഡ് ചെയ്തോ എന്നുള്ള ഒരു സംശയം സുകുമാരൻ നായരിൽ ഉടലെടുത്തിട്ടുണ്ട്. ഇതും ഒരു കാരണമാണ്. അതിൽ ചെറിയൊരു കാര്യവുമുണ്ട്. അതായത് പത്മ പുരസ്കാരങ്ങളുടെ റെക്കമെൻഡേഷൻ ലിസ്റ്റിൽ കുറച്ചു കാലമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ പേരുണ്ട്. എന്നാൽ സുകുമാരൻ നായരുടെ പേരുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അപ്പോൾ സർക്കാർ തന്നെ തേച്ചോ എന്നുള്ള ഒരു തോന്നൽ ഈ പറയുന്ന പെരുന്നപ്പോപ്പിന് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഈഗോ ഇളകി ഇപ്പോൾ ഇവരുമായിട്ട് ഞാൻ സഖ്യത്തിനില്ല, ഐക്യത്തിനില്ല, ഒരു ഉണ്ടയുമില്ല, തേങ്ങയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുകുമാരൻ നായർ പെരുന്ന ആസ്ഥാനത്തിൻ്റെ കതക് വലിച്ചങ്ങ് അടച്ചിരിക്കുന്നത്. പക്ഷേ പണി കിട്ടിയതാകട്ടെ CPM-നാണ്. വലിയ പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഇരുവരും തമ്മിൽ കൈകോർക്കാൻ പോകുന്നു, തങ്ങൾക്ക് വോട്ട് പെട്ടിയിലേക്ക് വീഴും എന്നൊക്കെ സ്വപ്നം കണ്ട് കഴിയുകയായിരുന്നു CPM. ഇവിടെയാണ് തലപിളരുന്ന അടി കിട്ടിയിരിക്കുന്നത്. നായർ ഈഴവ ഐക്യം അനിവാര്യമാണെന്ന് ജനുവരി 18 വമ്പൻ പ്രഖ്യാപനമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. പിന്നാലെ സുകുമാരൻ നായരും നടേശനും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കേരളം കാണുകയും ചെയ്തു. ഇരുവരുടെയും പ്രതികരണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. LDF-ന് ആശ്വാസവും UDF-നും BJP-ക്കും നെഞ്ചെടുപ്പ് വർദ്ധിപ്പിക്കുന്നതുമായിരുന്നു ഇരു നേതാക്കളുടെയും പ്രതികരണങ്ങൾ. വർഷങ്ങൾക്ക് മുൻപ് സംവരണ വിഷയത്തിൽ തെറ്റിയ NSS-ഉം SNDP-യും വീണ്ടും ഒരുമിക്കാനുള്ള നീക്കം നടത്തുന്നത് തുടർച്ചയായി മൂന്നാമതും അധികാരം സ്വപ്നം കാണുന്ന LDF-നെ ഏറെ സന്തോഷിപ്പിച്ചിരുന്നു. കുറച്ച് നാളുകളായി സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഇടത് സർക്കാർ അനുകൂല നിലപാടിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഈ പിന്തുണ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലായിരുന്നു LDF-ഉം CPM-ഉം. നായർ ഈഴവ വോട്ടുകൾ കുറയുന്നു എന്ന പരാതി കഴിഞ്ഞ കുറച്ച് നാളുകളായി CPM-നുണ്ട്. അതിനാൽ സമുദായ ഐക്യം എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാകും CPM-ൻ്റേത്. എന്നാൽ വെള്ളാപ്പള്ളിക്കെതിരെ പ്രതിഷേധമുണ്ടായപ്പോൾ അതിൻ്റെ വക്കാലത്തെടുത്തും ശബരിമല ഉൾപ്പെടെ വിശ്വാസ സംരക്ഷണത്തിൽ പിന്തുണച്ചതിനാൽ NSS-ന്റെ പ്രീതി ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ച് നീങ്ങുന്ന BJP-ക്കും അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന UDF-നും ഈ നീക്കം കടുത്ത ആശങ്കയുണ്ടാക്കിയിരുന്നു. UDF അധികാരത്തിൽ വന്നാൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാനുള്ള രഹസ്യ അജണ്ടയും ഐക്യ നീക്കത്തിൽ സംശയിക്കപ്പെട്ടിരുന്നു. ഇതിനിടെ SNDP യോഗവുമായുള്ള ഐക്യശ്രമത്തിൽ നിന്ന് പിന്മാറാൻ കാരണം പിന്നിൽ രാഷ്ട്രീയ നീക്കമുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് സുകുമാരൻ നായരുടെ പിന്മാറ്റം എന്നാണ് വിശദീകരണങ്ങൾ. തങ്ങളുമായി ചർച്ച നടത്താൻ വെള്ളാപ്പള്ളി നടേശൻ മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ പറഞ്ഞയച്ചതടക്കമുള്ള കാര്യങ്ങൾ സംശയങ്ങൾക്കിടയാക്കിയെന്നും NSS ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. പ്രധാനപ്പെട്ട 2 ഹിന്ദു സംഘടനകൾ യോജിക്കണമെന്ന് താൻ പറഞ്ഞത് ശരിയാണ്. എന്നാൽ ഐക്യം ഉന്നയിച്ച ആളുകൾക്ക് രാഷ്ട്രീയ നീക്കമുണ്ടെന്ന് പിന്നീട് മനസ്സിലായി. തുഷാർ വെള്ളാപ്പള്ളി വരേണ്ടതില്ലെന്ന് നേരത്തെ തന്നെ വെള്ളാപ്പള്ളിയെ അറിയിച്ചിട്ടുണ്ടെന്നും സുകുമാരൻ നായർ പ്രതികരിച്ചു. പിന്നിൽ രാഷ്ട്രീയമായ നീക്കങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി. അടിസ്ഥാന മൂല്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സമദൂരം. അതിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. ഐക്യത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള പ്രമേയം ഞാൻ തന്നെയാണ് അവതരിപ്പിച്ചത്. അച്ഛൻ മകനെ പറഞ്ഞയക്കുക. ഐക്യം പറയുമ്പോൾ എന്തിനാണ് NDA-യുടെ നേതാവിനെ ഞങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത്? അവരുടെ സമീപനത്തിൽ ഞങ്ങൾക്ക് സംശയം തോന്നിയെന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു. അതായത് കൃത്യമായ രാഷ്ട്രീയ കളിയാണ് വെള്ളാപ്പള്ളി കളിക്കുന്നതെന്നും തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പിടിച്ചിട്ട് കൊടുക്കാനുള്ള നീക്കമാണോ തുടങ്ങിയ സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സുകുമാരൻ നായർ പ്രതികരിക്കുന്നത്. അതോടുകൂടി ഐക്യമില്ല എന്നുള്ള പ്രഖ്യാപനവും വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വെള്ളിടി വെട്ടി വീണത് ഇപ്പോൾ CPM ആണ്. ആടപടലമാണ് പണി കിട്ടിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.